എന്ന് പറയാതിരിക്കാൻ വയ്യ. സൂചിപ്പിക്കുന്ന പോലെ വോട്ടെണ്ണലിന്റെ ഘട്ടം പിന്നിടുമ്പോൾ ഇപ്പോഴിതാ ലീഗിനും അപ്രമാദിത്വമുള്ള ഇടങ്ങളിലടക്കമാണ് ധർമ്മടത്ത് വോട്ടെണ്ണിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇതാ അബ്ദുൾ റഷീദിന്റെ കൃത്യമായ മുന്നേറ്റമുണ്ട് എന്ന് പറയുമ്പോൾ പിണറായി വിജയന് 2812 വോട്ടുകൾക്ക് പിന്നിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. സജിത, അതാണ് ഒരുപക്ഷെ എന്തായാലും പ്രതിപക്ഷ കസേരയിൽ തന്നെയായിരിക്കും ഇനി LDF എന്നത് രാഷ്ട്രീയ കേരളം തിരിച്ചടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ക്യാപ്റ്റൻ മാത്രമല്ല ധർമ്മടത്ത് ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി 3 റൗണ്ടുകൾ പിന്നിപ്പോവാന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. ആദ്യ റൗണ്ടിലെ പിന്നോട്ട് പോക്ക് പ്രതീക്ഷിച്ചിരുന്നതാണ്. CPM കേന്ദ്രങ്ങളും കോൺഗ്രസ് ഇന്നലെ അബിൻ വർക്കി അടക്കമുള്ളവരുടെ കാര്യം പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ അതിനപ്പുറം 2 റൗണ്ടുകൾ പിന്നോട്ട് പോയി. നമ്മൾ സുമേഷുമായി സംസാരിച്ച അവിടുത്തെ സാഹചര്യം പ്രതീക്ഷിച്ച സാഹചര്യങ്ങളിൽ പിന്നോട്ട് പോയിട്ടുണ്ട്. 2021 BJP മുന്നിലെത്തിയ നഗരസഭയിലെ ബൂത്തുകളിൽ പിഷാരടി മുന്നിലെത്തിയിരിക്കുന്നു. അല്ല, പിഷാരടിയെ തൊടാൻ പറ്റില്ല. ഇനി പിഷാരടിക്ക് തൊടാൻ പറ്റില്ല. കാരണം ഇനി ആദ്യ റൗണ്ടുകളിൽ എണ്ണിയത് മുഴുവൻ BJP മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ബൂത്തുകളാണ്. പിഷാരടി വലിയ ഭൂരിപക്ഷത്തിലേക്ക് തന്നെ പാലക്കാട് പോകും. അതാണ് സൂചനകൾ. ഒരു പക്ഷേ ഒരു 10,000-ന് അടുത്തോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ പിഷാരടിയുടെ ലീഡ് പോകുമെന്ന് കണക്കിലേക്ക് തിരിച്ചു വരണം. അഭിലാഷ്, സജിത്ത്, ധർമ്മടം കണക്കിലേക്ക് തിരിച്ചു വരണം. കാരണം 4ാം റൗണ്ടിനും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നിലാണ്. കഷ്ടമാണ്. ഈ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന യുവതുർക്കി പിണറായിയെ വിറപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ 12,800 വോട്ടുകൾക്ക് ഇതാ ഇപ്പോഴും 4ാം റൗണ്ടിലും പിന്നിലാണ് എന്നുള്ളത് വലിയ കണക്കാണ്. അത് പിണറായിയുടെ പരാജയത്തിലേക്ക് എത്തിക്കുമോ അതോ അവസാന റൗണ്ടുകളിൽ മുന്നിൽ വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ലീഡ് പിണറായിക്ക് പരാജയത്തിലേക്ക് പോകാൻ ഒരു ചാൻസുമില്ല. പക്ഷേ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയാണ് സംഭവിക്കുക. ധർമ്മടത്തെ ഭൂരിപക്ഷം കുറയുന്നത് പോലും വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടും. പിണറായിസത്തിനെതിരാണ് ഇത്തവണത്തെ ജനവിധി എന്നതാണ് പറഞ്ഞു UDF കേന്ദ്രങ്ങൾ പറയുന്നത്. സ്വാഭാവികമായും ഇതും ചർച്ച ചെയ്യപ്പെടും. 23,527 വോട്ടുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. പിണറായി വിജയൻ നേടിയിരിക്കുന്നത് 20,715 വോട്ടുകൾ. 2,812 വോട്ട് കുറവ്. ഇതാണ് ധർമ്മടത്തെ ചിത്രം. അതായത് ഏതാണ്ട് 50,000-ഓളം വോട്ടുകളാണ് ആ മണ്ഡലത്തിൽ ഇതുവരെ എണ്ണിയിട്ടുള്ളത്. അവിടെയാണ് അബ്ദുൾ റഷീദ് മുന്നിട്ട് നിൽക്കുന്നത്. അത് 2,000-ഓളം വോട്ടുകൾക്ക് എന്നതാണ് തീർച്ചയായും. ഒരു ചിറയൻകീഴിലെ അപ്ഡേറ്റ് കൂടി. ചിറയൻകീഴിൽ 1976 വോട്ടുകൾക്ക് LDF മുന്നിട്ട് നിൽക്കുന്നു എന്ന വാർത്ത വരികയാണ്. ചിറയൻകീഴിൽ രമ്യ ഹരിദാസ്, ഈ കോൺഗ്രസിന്റെ വലിയ വേവിലും തിരിച്ചടി നേരിടാൻ പോകുന്നു രമ്യ ഹരിദാസിന്. പിന്നെയും ദൗർഭാഗ്യം. നെടുമങ്ങാട് GRNിൽ കേവലം 1,351 വോട്ടുകൾക്കാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല 10,000-ലേക്ക് എത്താൻ പോകുന്നു. 9,000-ലധികം വോട്ടിന്റെ മേൽക്കൈയാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. കോൺഗ്രസ് ജോസഫ് വിഭാഗം 7 മുന്നിൽ. 8 അവർ മത്സരിച്ചത്. 8 മത്സരിച്ചതിൽ 7 മുന്നിൽ. കേരള കോൺഗ്രസ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരു പക്ഷേ ജോസഫ് പറയും. 8 മത്സരിച്ചതിൽ 7 ജോസഫ് വിഭാഗം മുന്നിട്ട് നിൽക്കുന്നു. അതേസമയം പാലായിൽ ഉൾപ്പെടെ ജോസ് കെ മാണി ഉൾപ്പെടെ പിന്നിൽ നിൽക്കുന്ന സാഹചര്യമാണ് മറ്റിടത്ത് കാണുന്നത്. നമുക്ക് 2 മണ്ഡലങ്ങൾ പരാമർശിക്കാം. ഈ പാല അടക്കമുള്ളത്. പാലായിലെ ഫാക്ടറി ഇനി നിർണായകമാവുക. നമ്മൾ ശ്രീജിത്തുമായി സംസാരിക്കുമ്പോൾ ശ്രീജിത്ത് പങ്കുവെക്കുന്ന ഒരു വികാരം, ആദ്യം എണ്ണിയത് ഒരു UDF മേഖലകളാണ്. ഇനി എണ്ണുന്നത് ഷോൺ ജോർജിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഇപ്പോൾ ഈ റൗണ്ടുകളിൽ കൗണ്ടിങ് നടന്നു പോകുന്നത്. സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന ലീഡ്, കാപ്പന്റെ ലീഡിൽ കുറവുണ്ടാകുമോ അതെങ്ങനെയെങ്കിൽ ഇനി അവസാന റൗണ്ടിലേക്ക് വരുമ്പോൾ LDFന്റെ 3 പഞ്ചായത്തുകളാണ്. അപ്പോൾ അത് ഫലത്തെ സ്വാധീനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ മാണി സി കാപ്പൻ ഇപ്പോഴും കൃത്യമായ ഒരു ലീഡിലേക്ക് പോകുന്നില്ല എന്നതാണല്ലോ എടുത്ത് പറയേണ്ടത്. അതായത് തുച്ഛമായ ലീഡാണ്. അത് രാമപുരം പഞ്ചായത്തിൽ 3000-ൽ പരം വോട്ടിന്റെ ലീഡാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ 700-ൽ പരം വോട്ടുകളുടെ ലീഡാണ് രാമപുരം പഞ്ചായത്തിൽ കിട്ടിയത്. അത് സ്വാഭാവികമായി അവർക്ക് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സംഭവം പൊതുവിൽ ഒരു UDF ട്രെൻഡുള്ള സാഹചര്യത്തിൽ LDF പഞ്ചായത്തുകൾ പോലും ഒരു പക്ഷേ തിരിച്ചടി ഉണ്ടായേക്കാമെന്ന സാഹചര്യമുണ്ട്. ഏറ്റുമാനൂർ കൂടി പറഞ്ഞു പോകാം. BN വാസവന്റെ വെല്ലുവിളി അത് പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ്. കാരണം ഇനി എണ്ണാനുള്ളത് ഇടതുപക്ഷ കേന്ദ്രങ്ങളാണ്, തർക്കമില്ല. പക്ഷേ അവിടെ ഇപ്പോൾ നേടിയ 9,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം UDFനുണ്ട്. അതിനെ മറികടക്കാൻ കഴിയുമെന്ന് വെല്ലുവിളി. മാത്രമല്ല ഈ ഇടതു കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന കോട്ടയത്തെ ഏക മണ്ഡലമാണത്. അത് BN വാസവനിലൂടെ മാത്രമാണ് അവർക്ക് ചോദിപ്പിക്കാൻ കൈവിട്ടു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ UDFന് ബുദ്ധിമുട്ടുണ്ടാക്കിയ, കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ സീനിയർ നേതാവാണ് K. സുധാകരൻ. സുധാകരന്റെ പ്രതികരണം ഒരുപക്ഷെ ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹം. അണികൾ വലിയ ആവേശത്തോടെയാണ് സുധാകരനെ വരവേൽക്കുന്നത്. മുദ്രാവാക്യങ്ങൾ മുഴക്കി ഇതാ അണികൾ വലിയ ആഘോഷം പങ്കുവെക്കുന്നു. 10 വർഷമായി കോൺഗ്രസ് കാത്തിരിക്കുന്ന ഒരു നിമിഷമാണിത് എന്ന് പറയാം. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിന് ആഘോഷിക്കാനുള്ള വകയുണ്ട്. അതും കേരളം തൂത്തുവാരുന്നു എന്നതാണ് കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അനുയായികൾക്കൊപ്പം ഇന്ദിരാഭവനിലേക്ക് ഈ വിജയം ആഘോഷിക്കാൻ
കെ സുധാകരൻ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. കെ സുധാകരനെ അനുയായികൾക്കൊപ്പം എത്തുന്നു എന്നതാണ് നമ്മൾ ഇന്ദിരാഭവനിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. ഇന്ദിരാഭവനിൽ ഇന്നലെ തന്നെ പന്തൽ ഇട്ടിരുന്നു. ഇതാ ഇവിടെ ഇതാ ആഘോഷത്തിലാണ്. ഇന്നലെ ഈ പന്തലിട്ടപ്പം കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചു അവർ പറഞ്ഞൊരു കാര്യം വെയിലിനെ നേരിടാനെന്നതാ. പക്ഷെ അവർ മുന്നിൽ കണ്ടിരുന്നു അത് തന്നെയാണ് സംഭവിച്ചത്. ഒരു മണ്ഡലത്തിൽ മാത്രമാണ്, അത് നേമത്ത് മാത്രമാണ്. രാജീവ് ചന്ദ്രശേഖറാണ് ലീഡ് ചെയ്യുന്നത്. 1207 വോട്ടിന് 2 റൗണ്ട് മാത്രമേ അവിടെ പിന്നിട്ടിട്ടുള്ളൂ. നേമത്ത് സംഭവിക്കാൻ സാധ്യത ഇപ്പോൾ പൂജപ്പുര അടക്കമുള്ള ഇടങ്ങളാണ് ആദ്യം കൗണ്ട് ചെയ്തു പോയത്. മുസ്ലിം ന്യൂനപക്ഷ മേഖലകൾ കമലേശ്വരം പോലെയുള്ള ഭാഗങ്ങൾ ഏറ്റവും അവസാന റൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, നേമത്തെ സസ്പെൻസ് തീരണമെങ്കിൽ അവസാന റൗണ്ടിലാണ് അതാണ് സംഭവിക്കുന്നത്. യെസ്, അത് മാത്രമല്ല ഈ ഘട്ടത്തിൽ കുറച്ചുകൂടി ഒരു മേൽക്കൈ നേടിയിരുന്നു രാജീവ് ചന്ദ്രശേഖരെങ്കിൽ അത് ഉറപ്പിക്കാമായിരുന്നു. ഒപ്പം നമ്മൾ ഇതാ നോക്കൂ, ആ ടാലി നേരത്തെ 5 വരെ എത്തി നിന്നിരുന്ന NDA എന്ന ടാലി ഇപ്പോൾ 1ലേക്ക് താഴ്ന്നിരിക്കുന്നു. അത് നേമത്ത് മാത്രമാണ് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കൂടി പോകാം. തിരുവല്ലയിൽ ഒരു അസാധാരണ മുന്നേറ്റം NDA അവിടെ ഇത്തവണ നടത്തിയിട്ടുണ്ട്. അനൂപ് ആന്റണിയുടെ പരീക്ഷണം 30-40 വോട്ടുകൾക്ക് മാത്രമാണ് എങ്കിൽ പോലും അത് ഞെട്ടിക്കുന്ന മുന്നേറ്റം തന്നെയാണ്. ഒരിക്കലും അതായത് ഈ കേരള കോൺഗ്രസുകളുടെ മത്സരത്തിൽ ജോസ് കെ മാണി അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. അതായത് പൂഞ്ഞാറിൽ മാത്രമാണ് 12 സീറ്റുകളിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന് പൂഞ്ഞാറിൽ മാത്രമാണ് ഇപ്പോൾ ലീഡുള്ളത്. അതേസമയം 8 സീറ്റുകളിൽ മത്സരിച്ച ജോസഫ് ഗ്രൂപ്പിനാകട്ടെ ഇരിങ്ങാലക്കുടയിൽ, കോതമംഗലത്ത്, തൊടുപുഴയിൽ, കടുത്തുരുത്തിയിൽ, ചങ്ങനാശ്ശേരിയിൽ, കുട്ടനാട്ടിൽ, തിരുവല്ലയിൽ ഇത്രയും സ്ഥലങ്ങളിൽ ഇപ്പോൾ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ ലീഡ് ഇപ്പോൾ 20,000 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചാണ്ടി ഉമ്മൻ ഒരു ഘട്ടത്തിൽ താൻ പോസ്റ്ററും ഫ്ലെക്സുകളും ഒന്നും പതിക്കില്ല എന്ന് പറഞ്ഞ് സൈക്കിളിൽ കറങ്ങിയാണ് വോട്ട് ചോദിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം അതായിരിക്കും. യുവ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ യാത്രയിലൂടെയായിരുന്നു ചാണ്ടി ഉമ്മൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് മാതൃകാപരമെന്ന് ഒരു പക്ഷേ കോൺഗ്രസിന് അംഗീകരിക്കേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷം എണ്ണി നോക്കുമ്പോൾ. അല്പസമയം മുമ്പും കണക്ക് നോക്കുമ്പോൾ അവിടുത്തെ രണ്ടാം സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥിക്ക് കാര്യമായ ഒരു സ്വാധീനവുമില്ല. മാത്രമല്ല NDA കാൻഡിഡേറ്റ് തൊട്ട എഡ്ജിലേക്ക് വരുന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്വാധീനവും LDF അവിടെ ഉണ്ടാക്കാനായില്ലെന്ന് മാത്രമല്ല ചാണ്ടി ഉമ്മന്റെ വൻ മുന്നേറ്റമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. കൊല്ലത്ത് ബിന്ദു കൃഷിയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. കൊല്ലത്ത് അങ്ങനെ ബിന്ദു കൃഷ ദീർഘകാലമായി സജീവ രാഷ്ട്രീയത്തിലെങ്കിലും ബിന്ദു കൃഷിയെയും വിജയം തുണയ്ക്കാറില്ല. ഇത്തവണ 5000-ലധികം വോട്ടിന്റെ മേൽക്കൈയാണ് ഇപ്പോൾ നിലവിൽ ബിന്ദു കൃഷിക്കുള്ളത്. പരവൂരിൽ വി.ഡി. സതീശൻ ലീഡ് ഉയർത്തുന്നു. നെന്മാറയിൽ അവിടുത്തെ DCC അധ്യക്ഷൻ തങ്കപ്പൻ 554 വോട്ടിന്റെ ലീഡ് നേടിയിട്ടുണ്ട്. തൃക്കരിപ്പൂരിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. സന്ദീപ് വാര്യർ ഏതാണ്ട് 10,000 വോട്ടുകൾക്ക് പുറകിലാണ്. ഒരു ഘട്ടത്തിൽ ശേഷമാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ പിന്നോട്ട് പോകുന്നത് എന്നതാണ്. അരുവിക്കരയിൽ ഭൂരിപക്ഷം കുറഞ്ഞു. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.